ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റൈൽസ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം, നമ്മുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ജെൻസ് വിയർ, ലേഡീസ് വിയേഴ്സ് തുടങ്ങിയ ഒരുപാട് കൊച്ചു കൊച്ചു ടെക്സ്റ്റൈൽസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കുറച്ചൊക്കെ ഒരു മോഡറേറ്റായ ടെക്സ്റ്റൈൽ ഷോപ്പുകളും നമുക്ക് കാണാൻ കഴിയും. ഈ ആപ്ലിക്കേഷൻ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബാർകോഡ് സ്കാനർ ഉപയോഗിച്ച് നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ഞാനിത് ആപ്ലിക്കേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്വന്തമായി ഡെവലപ്പ് ചെയ്യാം. പ്രത്യേകമായി ഒരു കോഡിംഗ് സ്കില്ലോ പ്രത്യേകമായ ഒരു എക്സ്ട്രാ കോഡിങ്ങോ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് സിമ്പിൾ കോഡ് മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. അതിന് വേണ്ടി എക്സൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത എക്സൽ ഫയൽ നിങ്ങൾ കാണാൻ കഴിയും. ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റോറിലുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആഡ് സ്റ്റോക്ക് എന്നുള്ള ഈ ബട്ടണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പോപ്പപ്പ് വിൻഡോ നിങ്ങൾക്ക് കാണാം. ഇതിൽ നിങ്ങൾക്ക് 6 എന്നുള്ള നമ്പർ സെലക്ട് ചെയ്യുന്നത്, കാരണം ഇതിൽ 5 പ്രൊഡക്റ്റ് ആൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 6ാമത്തെ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു പോപ്പപ്പ് വിൻഡോ ആണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 11100. ഇപ്പോൾ ഞാനിവിടെ എന്തുകൊണ്ടാണ് മാനുവലി എൻ്റർ ചെയ്തത് എന്ന് നോക്കിയാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഇവിടെ നമ്മൾ ഈ കോളത്തിൽ ബാർകോഡ് സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പല ആളുകൾക്കും തെറ്റിദ്ധരിക്കുന്ന ഒരു ടെർമിനോളജിയാണ് ബാർകോഡ് എന്നുള്ളത്. കാരണം പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് ഈ ബാർകോഡ് ഉപയോഗിച്ച് അതിൽ ആ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡാറ്റയും ഉൾക്കൊള്ളുന്നു എന്നെല്ലാം ഒരുപാട് കിംവദന്തികൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ബാർകോഡ് എന്നുള്ളത് വെറും ചെറിയ ചില നമ്പറുകൾ മാത്രമാണ് കമ്പ്യൂട്ടറിന് അതിന് വായിച്ചെടുക്കാൻ കഴിയുള്ളൂ. നിങ്ങളൊരു ബാർകോഡ് സ്കാനർ ഉപയോഗിച്ച് ഒരു ബാർകോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവുന്ന ചില 11100 അല്ലെങ്കിൽ അതുപോലെയുള്ള ചില നമ്പേഴ്സ് മാത്രമേ കമ്പ്യൂട്ടറിന് ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളൊക്കെ ഒരു പ്രൊഡക്റ്റ് സ്കാൻ ചെയ്താൽ ആമസോണിൽ നമുക്കത് സെർച്ച് ചെയ്യാനൊക്കെ നമുക്ക് ലഭിക്കുമല്ലോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അത് ആമസോണിൽ ആ ബാർകോഡിൻ്റെ നമ്പറിൻ്റെ ഡാറ്റാബേസ് സ്റ്റോർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിസ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് അവൈലബിൾ എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നതുപോലെ നമ്മൾ ആമസോൺ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഇവിടെ ഒരു ബാർകോഡ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു കിഡ്സ് വിയർ, ഞാൻ ഒരു ചെറിയ ഷോർട്സ്, കിഡ്സിൻ്റെ ഷോർട്ട് എന്ന നമ്മൾ ചെറിയൊരു പാവാട, ഒരു കുട്ടികൾക്കുള്ള പാവാട ഞാനിവിടെ അതിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബാർകോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ബാർകോഡ് പ്രിൻ്റർ നമ്മൾ മേടിക്കുകയും ഒരു ബാർകോഡ് ആ പ്രിൻ്റർ ഉപയോഗിച്ച് ബാർകോഡ് പ്രിൻ്റ് ചെയ്യുകയും അതിനുശേഷം നമ്മൾ ഈ ബാർകോഡ് സ്റ്റിക്കർ ഈ ക്ലോത്തിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിക്കുകയും വേണം. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം ബാർകോഡ് നമ്മൾ ഒട്ടിച്ച് ഒരു ബാർകോഡ് സ്കാനർ ഉപയോഗിച്ച് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ സപ്പോസ് ഇതുപോലെയുള്ള ഒരു നമ്പർ വരും. നമ്മൾ ഇവിടെ 11100 എന്നുള്ള ഒരു സിമ്പിൾ നമ്പർ ആഡ് ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ 12345 അല്ലെങ്കിൽ 1184767 തുടങ്ങിയ വ്യത്യസ്തമായ ഡിസോർഡറായ നമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയും സ്കാൻ ചെയ്യുമ്പോൾ. എനിവേ എന്ത് കോഡാണെങ്കിലും നമ്മൾ ഈ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ ഈ ഡാറ്റാബേസിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കിഡ്സ്
കിഡ് ഷോർട്സ് എന്ന് മാത്രം നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 150 റുപ്പീസാണ്. നമ്മളിപ്പോൾ ഇവിടെ പ്രത്യേകത, ഇവിടെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാറ്റ് ടാക്സ് സിസ്റ്റം നമ്മളിവിടെ ഈ സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 5% ടാക്സ് ഉണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ ഒരു സ്പെഷ്യൽ ഓഫർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഡിസ്കൗണ്ട് എമൗണ്ട് ആഡ് ചെയ്യും. അപ്പോൾ ഈ ഓഫർ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസ്കൗണ്ട് എമൗണ്ട് മാത്രം ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് നിങ്ങളിപ്പോൾ ആക്ച്വൽ പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ സെൽ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് നമുക്കിവിടെ 0 ഇല്ല, ഡിസ്കൗണ്ട് ഇല്ല. ഇനി എന്താണ് സ്റ്റോക്ക് എന്ന് നോക്കാം. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ഈ ഷോപ്പിൽ എത്ര ക്വാണ്ടിറ്റിയാണ്, എത്ര എണ്ണമാണ് ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ സ്റ്റോറിൽ അവൈലബിൾ ആയത്, അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ 100 പീസാണ് നമ്മളിവിടെ സ്റ്റോക്കായിട്ട് നമ്മുടെ ഈ ഷോപ്പിലുള്ളത്. നമ്മൾ അതിനുശേഷം ആഡ് ന്യൂ ഐറ്റം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഐറ്റം ഹാസ് ബീൻ സേവ്ഡ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എൻ്റർ ചെയ്ത് 6ാമത്തെ പ്രൊഡക്റ്റാണ് അല്ലേ. 6ാമത്തെ കിഡ്സ് ഷോർട്സ് 150 റുപ്പീസ്. അതിൻ്റെ വാറ്റ് പെർസെൻറ്റേജ് 5. അപ്പോൾ അതിൻ്റെ വാറ്റ് എമൗണ്ട് ഓട്ടോമാറ്റിക്കായി ഇവിടെ 7.5 റുപ്പീസാണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 157.5 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. ഇനി ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് ഇവിടെ ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, നമ്മളിവിടെ സ്റ്റോക്ക് 100 നിങ്ങൾ കാണാം, സ്റ്റോക്ക് ക്വാണ്ടിറ്റി 100 എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ മെയിൻ ഫോമിലേക്ക് പോവാം. ഇനി നമ്മൾ ഒരു പുതിയ കസ്റ്റമറെ ആഡ് ചെയ്യുന്നു. നമ്മൾ ഇതിനു വേണ്ടി ഒരു കസ്റ്റമർ വന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നു. ന്യൂ കസ്റ്റമർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നെയിം ചോദിക്കുന്നു. ഞാനിവിടെ എൻ്റെ പേര് തന്നെ ആഡ് ചെയ്യുന്നു, അക്ബർ. അതിനുശേഷം ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇത് ഡേറ്റ് കോളത്തിലേക്ക് മാറുന്നതായിക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കോളത്തിലേക്ക് മാറും. അപ്പോൾ നമ്മളിവിടെ ഇഷ്ടമുള്ള ഡേറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഡീഫാൾട്ടായിട്ട് ഇന്നത്തെ ഡേറ്റാണ് ഇവിടെ സിസ്റ്റം ഡേറ്റാണ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇൻവോയ്സ് നമ്പർ ഇവിടെ നമ്മൾ ന്യൂ കസ്റ്റമർ ആഡ് ചെയ്യുമ്പോൾ അടുത്ത ഇൻവോയ്സ് നമ്പർ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യുന്നതായി നിങ്ങൾ കാണാൻ കഴിയും. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഒരു ഓഡിയൻസ്, ഒരു യൂട്യൂബ് വ്യൂവർ ഇതുപോലെ സംശയം ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് ഈ ഇൻവോയ്സ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് എൻ്റെ വീഡിയോ കമൻ്റ് ഇട്ടിരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എനിവേ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്താൽ ഇനി നമ്മൾ ഇവിടെയാണ് ബാർകോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ആ കിഡ്സ് എന്ന ഡ്രസ്സിനെ അതാണ് ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ ഡ്രസ്സ് എടുത്ത് ബാർകോഡ് സ്കാനർ എന്ന് പറയുന്നത് ഒരു USB ഡിവൈസാണ്. നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഏകദേശം ഐ തിങ്ക് 1,500 റുപ്പീസിൻ്റെ ഉള്ളിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്കതിൽ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് USB പോർട്ടിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്താൽ അത് അതിൻ്റെ റെഡ് റേസ് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ ബാർകോഡിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ കിഡ്സ് വെയറിലേക്ക് ഗണ്ണ് പിടിക്കുകയാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് സ്പീഡിൽ 11100 എന്ന് എൻ്റർ ചെയ്യുന്നതായി കാണാം. അതിനുശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കായി ഇവിടെ ക്വാണ്ടിറ്റി റേഞ്ചിലേക്ക് മാറുന്നതായി കാണാം. ഓക്കെ, സോറി, നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിൽ ചെറിയ വ്യത്യാസമുണ്ട്. 000. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 150 ക്വാണ്ടിറ്റിയിലേക്ക് മാറുന്നതായി കാണാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലിയർ ചെയ്ത് ഒന്നുകൂടെ നമുക്ക് പ്ലേ ചെയ്യാം. ക്ലിയർ ഡാറ്റ. ഇപ്പോൾ ക്ലിയർ എന്നപ്പെട്ടത് മൊത്തം ഡാറ്റ ക്ലിയർ ചെയ്യാനാണ്. ഇൻ കേസ് ഇനി ടൈപ്പ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ക്ലിയർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ന്യൂ കസ്റ്റമർ ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ 24 മാറുന്നതായി കാണാം. ഇനി നമ്മൾ സെയിം പേര് തന്നെയാണ്, ഡേറ്റ് സെയിം, ബാർകോഡ് 11100 ആഡ് ചെയ്ത ശേഷം ഇപ്പോൾ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ക്വാണ്ടിറ്റി റേഞ്ചിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായി മാറുന്നതായി കാണാം. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി റേഞ്ചിൽ നമ്മൾ എത്ര പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്നത്, ഈ കസ്റ്റമറിലേക്ക് സെയിൽ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇവിടെ 10 പീസ് നമ്മൾ
സെയിൽ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്താൽ അടുത്ത ബാർകോഡിലേക്ക് മാറുന്നതായിരിക്കണം. അടുത്ത പ്രൊഡക്റ്റ് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മറ്റൊരു പ്രൊഡക്റ്റ് മുമ്പ് ആഡ് ചെയ്ത മറ്റൊരു പ്രൊഡക്റ്റ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. പാൻസ് എക്സൽ സൈസിലേക്ക് 3 ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്തു. ഇങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പ്രിൻ്റ് ആവശ്യമുണ്ടെങ്കിൽ പ്രിൻ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രിൻ്റ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ ഈ ഡാറ്റയെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു സേവ്? യെസ്, ഓക്കെ. അപ്പോൾ സേവ് ചെയ്താൽ ആ ഡാറ്റ സേവ് ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റോക്ക് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സ്റ്റോക്ക് റേഞ്ചിൽ പോയാൽ നിങ്ങൾ കാണാം ഇവിടെ 6ാമത്തതിൽ നമ്മൾ മുമ്പ് ഫസ്റ്റ് ആഡ് ചെയ്തതിൽ 100 സ്റ്റോക്കാണ് നമ്മളിവിടെ ആഡ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ 10 പീസ് ഞാൻ സെയിൽ ചെയ്തപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം ഇതിൻ്റെ കറൻറ്റ് സ്റ്റോക്ക് 90 മാറിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര സെയിൽ നടന്നാലും അതിനനുസരിച്ച് ഇതിൽ ഡിമിനിഷൻ ചെയ്ത് കറൻറ്റ് സ്റ്റോക്ക് റെക്കോർഡാകുന്നതായി കാണാം. വളരെ നമുക്ക് ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ എത്ര സെയിൽ ചെയ്താലും നമുക്കിപ്പോൾ ആക്ച്വൽ സ്റ്റോക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. അതിന് ആക്ച്വൽ സ്റ്റോക്കിൻ്റെ ഗ്രാഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഇത് പ്രൊഡക്റ്റിൻ്റെ എത്ര സ്റ്റോക്കാണ് ഇപ്പോൾ ഇതിനുള്ളത് നമ്മൾ ആഡ് ചെയ്താൽ അത് സ്റ്റോക്ക് ഡിമിനിഷിങ് വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ നോ കസ്റ്റമർ ആഡ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ടുഡേ സെയിൽ, ഞാനിപ്പോൾ സെയിൽ ചെയ്ത ഇന്നത്തെ സെയിൽ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ ഈ ഒരു ദിവസം സെയിൽ ചെയ്ത ടോട്ടൽ വാല്യൂ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മളിവിടെ റിപ്പോർട്ട് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെയിൽ ചെയ്ത വാല്യൂസ് നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ ക്ലിക്ക് ചെയ്താൽ ലാസ്റ്റ് ചെയ്ത പാൻസ് കിഡ്സ് ഷോർട്സ് നമ്മൾ ഇവിടെ 10 പീസ് നമുക്കിവിടെ നമ്മൾ ഓർഡർ ചെയ്തതെല്ലാം ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെയിൽ ചെയ്തതിൻ്റെ ഹിസ്റ്ററി ഇത് ഓട്ടോമാറ്റിക്കായി റെക്കോർഡാവും. ഓക്കെ. പിന്നെ നമ്മൾ സേവ് ആഡ് സ്റ്റോക്ക് തുടങ്ങിയ ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു ഐറ്റം സ്റ്റോക്ക് ആഡ് ചെയ്യാനും അതുപോലെ ഇൻവെൻട്രിയിൽ നമുക്കൊരു കസ്റ്റമർക്ക് ബില്ല് റെസിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബിൽ ആഡ് ചെയ്യുമ്പോൾ അത് സ്റ്റോർ ചെയ്യാനും അത് മറ്റൊരു ടൈമിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനും സ്റ്റോക്ക് ഡിമിനിഷിങ് തുടങ്ങിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് വളരെ സിമ്പിളായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ ടീ ഷോപ്പ് ആപ്ലിക്കേഷൻ ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിനുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളത് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് അത് കാണാത്തവർ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഞാൻ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽഡായ ക്രിയേഷൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറയുന്നില്ല. ഞാനിത് എങ്ങനെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നതിൻ്റെ ഒരു ടോട്ടൽ വ്യൂസാണ്. അത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നതിൻ്റെ ഒരു ടോട്ടൽ ഡിസ്ക്രിപ്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ടീ ഷോപ്പ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളത് വീഡിയോ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സീ യു.